കർക്കിടകം 16 ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും. ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുതാതിവിസ്മിതനായൊരു ബാലിയും. ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്ത്. ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. എത്രയും പാരം പരാക്രമമുള്ളോരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകോല കൈയയച്ചിടും നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനും ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനും അറിയ നീ. ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ. ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈകൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ. കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമ സുതനങ്കദൻ അന്നേരം. കേട്ടോരുദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടേ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ. വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടേ പത്നിയെ. ലക്ഷ്മണൻ അവളോട് അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമുഖാചലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴ്കന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ. വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കണ്ഠയിൽ മിത്രാത്മജൻ നിന്നെ വാഴിപ്പനെന്നോരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സ്വത്വം അർക്കൻ തനയനും അന്നേരം. അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെയവൻ. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹീ രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗദം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും വിധൗ. വ്യാകുലഹീനം പുണർന്നനു രാഘവശേന പറഞ്ഞിതു ബാലിയും. ശ്രീ സ്വഭാവം കൊണ്ടു പേടിയായി ഏതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നോ നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതും സാക്ഷാൽ മഹാവിഷ്ണു.
നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭവാനില്ല നിർണയം, നിർഗുണനേകനാത് ആത്മരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ച് ഇച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗ്രഹത്തിങ്കൽ ഉപകാരവും മേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടാർക്ക നീ. സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തഗമ്യൻ പരമേശ്വരൻ വല്ലഭേ, ഭക്തിയോ പാർക്കില്ലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി, പുഷ്കരലോചനേ പൂർണ്ണഗുണാബുധേ. ഇത്തം ആശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബന്ധ്വാ പരിഹരം. നിർഗമച്ചിടിനായുത്തായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃതാ. താരയും അശ്രുഗണങ്ങളും വാർത്തു ആരൂഢതാപം അകത്തുപൂക്കിയിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലെന്ന് അണഞ്ഞൊരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ, ഹൃഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. മുഷ്ടിച്ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ, കെട്ടിയും കാൽ കൈ പരസ്പരം താണ്ഡനം തട്ടിയും മുട്ടുകൊണ്ടു തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചു കടിച്ചുമങ്ങ് ഉറ്റത്തിൽ വീണു മുരണ്ടു മുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതുക്കെയും കൂടെ കുതിക്കുകയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപ്പിച്ചടുക്കയും ഊടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും. കാലനും കാലകാലൻ താനുമുള്ളവോർ ബാലി സുഗ്രീവ യുദ്ധത്തിനോവദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും. കണ്ടില്ല വാട്ടമൊരുത്തനുമേതുമേ, അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുൺ അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ച് തർക്കതനയനും വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും. ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതും കണ്ടു കാരുണ്യം കലർന്നു വേഗേന. വൈകുണ്ഠ ദശരഥൻ നന്ദനൻ ബാലിതൻ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടും വൃക്ഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതം അമ്മാറയച്ചരുളേടിനാൻ. ചെന്നതോ ബാലിതൻ മാറിൽ തറച്ചളവ് ഒന്നങ്ങലറി വീണിടിനാൻ ബാലിയും. ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യവാണിയിൽ ചാപവും ചീരവസനവും തൂണിരവും മൃദുസ്മേരവദനവും ചാരുജടാമകുട പൂണ്ടിടവെട്ട്
മാറിടത്തെങ്കിൽ വനമാലയും പോണ്ട് ചാർവായ തങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷപാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും നഞ്ചസ കണ്ടു ഗർവിച്ചു പറഞ്ഞിതു വാലിയും ഉണ്ടായ കോപകേതാകുല ചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈകൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞെന്തിങ്ങനെ എന്തോരു കീർത്തി ലഭിച്ചിതു കൊണ്ടും ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പോരിതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തോ മറ്റെന്നാൽ കൃതമല്ലായഞ്ഞതും രക്ഷോവരൻ തവ പുത്രിയെ കട്ടതി അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചും നിഗ്രഹിച്ചും ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നോടെ ഭാഗ്യപരാക്രമം ലങ്കാപുരത്തെ ത്രികുടമുലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്ന് അന്തികേ വെച്ചു തൊഴുതേനു മാതരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ ധർമ്മമെന്തോന്നു ലഭിച്ചതു കൊണ്ടും നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടോരു മാനമുണ്ടായതെന്നും പറക നീ വാനരമാംസം ഭക്ഷ്യമത്രേ ബത മനസ്സേ തോന്നിയതെന്തിതു ഭൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്തു ബാലിയോടുത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ.